ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി അറേബ്യൻ ചിക്കൻ മജ്ബൂസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ മജ്ബൂസ് ആണ്. ചിക്കൻ മജ്ബൂസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തും അല്ലാതെയും. ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ചിക്കൻ മജ്ബൂസിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡ് ഫുഡ് കളറാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നമ്മുടെ ചിക്കൻ നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ലെമണിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ലെമൺ കയ്യിലില്ലെങ്കിൽ ഒരല്പം വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ചിക്കൻ കിട്ടാൻ. ചിക്കൻ മുഴുവനായിട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഓയിലിൽ നിന്ന് പകുതി ഭാഗവും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സവാള നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം, 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, 1 പീസ് പട്ട ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോയാണ്. ഒരു വലിയ ടൊമാറ്റോയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അതിന് നമുക്ക് ഈ പാന് അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നോളും. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൗഡറുകളാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാഗി ക്യൂബാണ്. 2 ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഡ്രൈ ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഡ്രൈ ലെമൺ കയ്യിലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ലെമണിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 കിലോ മജ്ബൂസിലേക്കുള്ള കണക്കാണ് നമ്മളിവിടെ പറയുന്നത്. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് കെച്ചപ്പാണ്. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് കുക്ക് ചെയ്യരുത്, അല്പം മാത്രം കുക്ക് ചെയ്താൽ മതി. അടുത്തതായി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. നമ്മൾ എത്ര റൈസ് ആണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന റൈസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി ലോങ് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മന്തി തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ മജ്ബൂസ് തയ്യാറാക്കുമ്പോഴും ലോങ് റൈസാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക.
ഇപ്പം നമ്മൾ റൈസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി അറേബ്യൻ ചിക്കൻ മജ്ബൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.